ഗുപ്ത. വിശദമായ വാർത്തകളിലേക്കാണ്. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് ഷൈൻ മൊഴി നൽകി വൈദ്യ പരിശോധനയ്ക്കായി ഷൈനെ ആശുപത്രിയിൽ എത്തിച്ചു. ലഹരി ഇടപാടുകാരനുമായുള്ള ഫോൺ വിളി വിവരങ്ങളാണ് ഷൈനിനെ അറസ്റ്റിലേക്ക് എത്തിച്ചത്. ഫോൺ വിളിച്ചത് എന്തിനെന്ന് ഷൈന് തെളിയിക്കാനായില്ല. ഷൈന്റെ മുടിയും രക്തവും നഖവും പരിശോധിക്കും. മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താനുള്ള എല്ലാ പരിശോധനയും നടത്തും. അറസ്റ്റ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലെന്ന് പോലീസ് വിവരങ്ങളുമായി വിജിത ചേർന്നു. വിജിത, ഇപ്പോൾ ലഹരി കേസിൽ അറസ്റ്റിലായിരിക്കുന്ന നടൻ ഷൈൻ ടോം ചാക്കോയുടെ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷൈനിന്റെ മുടിയും രക്തവും നഖവും അടക്കം പരിശോധിക്കും. മയക്കുമരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ള എല്ലാ പരിശോധനകളുമാണ് നടത്തുക. നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ പ്രാഥമിക പരിശോധന അവസാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഷൈൻ ടോമിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുന്നു. നിലവിൽ എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ആന്റി ഡോപ്പിംഗ് പരിശോധനയെല്ലാം തന്നെ നടത്തുമെന്നുള്ള, അതിനുള്ള സാമ്പിളുകളെല്ലാം തന്നെ നടത്തുമെന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോയുടെ നഖവും അതുപോലെ തന്നെ മുടി തുടങ്ങിയ കാര്യങ്ങൾ, വിയർപ്പടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനുള്ള ഈ ഒരു പരിശോധനാ ഫലം എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും തന്നെ ലഭിക്കില്ല എന്നുള്ളത് മറ്റുള്ളൊരു കാര്യമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായി സൂചിപ്പിക്കുന്നത്, ഏതായാലും ഈ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് നടത്താനായിട്ടുള്ള ഒരു സാധ്യത പോലീസ് കണ്ടെത്തിയത്. എന്തായാലും ഈ ഒരു ടെസ്റ്റിന്റെ ഫലങ്ങളെല്ലാം തന്നെ കുറച്ച് ദിവസങ്ങൾ തന്നെ എടുക്കുമെന്നുള്ള കാര്യമാണ് മറ്റൊന്ന്. ഏതായാലും ഈ ഒരു തിരുവനന്തപുരം തുടങ്ങിയ അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ള ലാബുകളിലേക്കെല്ലാം തന്നെ അയച്ചായിരിക്കും ഇതിന്റെ ഒരു പരിശോധനാ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരിക. അതുപോലെ തന്നെ പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ പുറത്തു വരാൻ വളരെ കുറച്ച് അല്ലെങ്കിൽ മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഈ ഒരു പ്രാഥമിക പരിശോധനാ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരും. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് മൊഴിയോടൊപ്പം മൊഴിയുടെ അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പരിശോധനാ ഫലങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെ ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരുന്നത് തനിക്ക് ഈ ഒരു ലഹരി കേസുമായി ബന്ധമില്ല, അതോടൊപ്പം തന്നെ താൻ ഈ ഒരാളെ അറിയുകയില്ല, ലഹരി ഉപയോഗിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ രണ്ടാം ഘട്ട ഒരു ചോദ്യം കടന്നതിനെ തുടർന്നാണ് ഷൈൻ ടോം ചാക്കോ തനിക്ക് ഈ ഒരു ഡീലറിനെ അറിയാം, ഈ സജീർ എന്ന് പറയുന്ന നഗരത്തിലെ തന്നെ പ്രധാന ലഹരി ഇടപാടുകാരനായ സജീറിനെ അറിയാം. അതോടൊപ്പം തന്നെ ഈ സജീറുമായി ഈ ഷൈൻ ടോം ചാക്കോക്കുള്ള ബന്ധങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ പോലീസിന്റെ കയ്യിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ പോലീസിന് വലിയ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഊട്ടിയുറപ്പിക്കുന്ന വിധം തന്നെയാണ് ഷൈൻ ടോം ചാക്കോ തനിക്ക് ഈ ഒരു സജീറിനെ അറിയാമെന്നുള്ള ഒരു മൊഴിയിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഇടപാടുകൾ, അതുമായി സംബന്ധിച്ച എന്തെങ്കിലും ചർച്ചകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നിലവിൽ NDPS ആക്ട് പ്രകാരം സെക്ഷൻ 27, 29 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് ഗൂഢാലോചന, അതുപോലെ തന്നെ ലഹരി ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എടുത്താണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്, അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യമാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള ഒരു സാധ്യത ഒരിക്കലും ഇവിടെ തള്ളിക്കളയാനായി കഴിയില്ല. നേരത്തെ സൂചിപ്പിച്ചിരുന്നത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ ഒരു പരിശോധനയ്ക്ക് ശേഷം തന്നെ ഹാജരാക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം തിരുത്തിക്കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നേരത്തെയാണ് ഒരു ഏകദേശം 3 മണിക്ക് ശേഷമാണ് ഈ ഒരു ജനറൽ ആശുപത്രിയിലേക്ക് ഷൈൻ ടോം ചാക്കോയെ കൊണ്ടുവന്നത്. വലിയ പോലീസ് സുരക്ഷയിൽ തന്നെയായിരുന്നു ഷൈൻ ടോം ചാക്കോ ഇവിടെ എത്തിയിരുന്നത്. പ്രതികരിക്കാൻ പോലും അല്ലെങ്കിൽ ഒരു പ്രതികരണവും ഇല്ലാതെ തന്നെയാണ് കൊണ്ടുവന്നത്. എന്തായാലും ഇപ്പോൾ പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്നെ പുറത്തു വരും. അതോടൊപ്പം തന്നെ ഈ ഒരു സാമ്പിളുകളെല്ലാം തന്നെ എടുത്തിട്ടുമുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലം നമുക്കൊരിക്കലും ഇപ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് പുറത്തു വരിക എന്നുള്ള ഒരു കാര്യം കൂടി അറിയുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. വൃന്ദ, വിജിത, വിശദമായ ചോദ്യം ചെയ്യൽ, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും പോലീസിന് ലഭിച്ച മൊഴികൾ എന്തൊക്കെയാണ്? നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ലഹരി ഉപയോഗിക്കുന്നില്ല, ഇടപാടുകാരനെ അറിയില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യലിൽ നിലവിൽ വരുന്ന മൊഴി പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്ന സമയത്തെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ലഹരിയുമായി ഒരു ബന്ധവും തനിക്കില്ല. അതോടൊപ്പം തന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങളിലും ഞാൻ ഉൾപ്പെട്ടിട്ടില്ല. ഈ സജീർ എന്ന് പറയുന്ന ആളെ അറിയില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഷൈൻ ടോം ചാക്കോ വ്യക്തമാക്കിയിരുന്നത്. ഈ ഒരു അവസരത്തിൽ തന്നെയാണ് ഗൂഢാലോചനയ്ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള രീതിയിലേക്കെല്ലാം തന്നെ ചോദ്യം ചെയ്യൽ കിടക്കുന്ന ഒരു കാര്യമുണ്ടായത്. അതിനാണ് ഈ ഒരു ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഈ ഒരു നടന് ഈ ഒരു ഫജീർ എന്ന് പറയുന്ന നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരനായ ഫജീർ എന്ന് പറയുന്ന ആളുമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ അറിയാം എന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായത്. ഒരു മൊഴിയായി തന്നെ ഷൈൻ ടോം ചാക്കോ നൽകുകയുണ്ടായത്. എന്നാൽ നേരത്തെ തന്നെ ഈ ഒരു പോലീസിന്റെ കയ്യിൽ ഈ ഒരു സജീറുമായി നടത്തിയ ട്രാൻസാക്ഷന്റെ എല്ലാം തന്നെ കൃത്യമായ രേഖകൾ ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ എല്ലാ അഴികളും അല്ലെങ്കിൽ എല്ലാം അടച്ചുകൊണ്ട് പഴുതുകളെല്ലാം അടച്ചുകൊണ്ടുള്ള രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നതും. കാരണം നേരത്തെ എല്ലാം തന്നെ പല കേസുകളിലും അവസാനമായി വന്ന ഈ കൊക്കൈൻ കേസിലാണെങ്കിൽ പോലും മതിയായ രേഖകളില്ല എന്ന ഒരു കാര്യം കൊണ്ട് തന്നെയാണ് സുഖമായി അതിലെ പ്രതികളെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരണ കോടതി ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പുമായി അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള റിപ്പോർട്ടുമായെല്ലാം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് വഴി കൊടുക്കാതെ കൃത്യമായി പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി തന്നെയാണ് കാണുന്നത്. അതിൽ ഈ മൊഴിയും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ പ്രാഥമിക പരിശോധന ഫലങ്ങളെല്ലാം തന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു മൊഴിയോളം പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് ഈ ഒരു പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ. ആ മൊഴികളിലെ വൈരുദ്ധ്യമെല്ലാം തുടർന്ന് തന്നെയാണ് ഈ ഒരു പ്രാഥമിക പരിശോധനയിലേക്ക് പോലീസ് കടക്കുന്നതും. എന്തായാലും മൊഴി മാറ്റിയും മറിച്ചും എല്ലാം അവസാനം എനിക്ക് ഈ ഒരു ഡീലറെ അറിയാമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഷൈൻ ടോം ചാക്കോ എത്തിയിരിക്കുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്നും പുറത്തു വരേണ്ടതുണ്ട്. പല കേസുകളുമായി അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ലഹരി കേസുകളുമായി എല്ലാം എന്തെങ്കിലും ബന്ധം, എല്ലാ ലഹരി കേസുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഈ ഷൈൻ ടോം ചാക്കോക്ക് ഉണ്ട്. അതുപോലെ തന്നെ സിനിമാ മേഖലയിലെല്ലാം തന്നെ ഒരുപാടധികം ലഹരി കേസുകൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. ഈ ഒരു കാര്യത്തിൽ പല നിർമ്മാതാക്കൾ അടക്കം തന്നെ ഈ ഒരു ലഹരി ബന്ധവുമായിട്ടും അല്ലെങ്കിൽ ലഹരി ഉപയോഗവുമായിട്ടെല്ലാം തന്നെ നേരത്തെ തന്നെ സൂചനകളെല്ലാം തന്നിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും തരത്തിൽ ഈ സിനിമാ മേഖലയുമായി കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെടുത്തുന്ന രീതിയിലേക്ക് ഷൈൻ ടോം ചാക്കോ ഒരു ഡീലർ എന്നുള്ള രീതിയിലേക്കെല്ലാം മാറാനുള്ള ആ ഒരു കണക്ഷൻ എല്ലാവരുമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ പോലീസ് പരിശോധിക്കും എന്നുള്ളതും വളരെ ശക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വൃന്ദ. ജിത, ഇപ്പോൾ ലഹരി കേസിനും അതോടൊപ്പം തന്നെ ലഹരി ഉപയോഗിച്ചതിന് ഗൂഢാലോചനയ്ക്കാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഇനി അന്വേഷണം ഈ ഒരു വൈദ്യ പരിശോധനയടക്കം തന്നെ തെളിഞ്ഞതിന് ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ഒരു സാധ്യതയില്ലേ? നിലവിൽ ഇപ്പോഴാണെങ്കിലും ഈ ഒരു പോലീസിന് വൈദ്യ പരിശോധന എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത് NDPS ആക്ട് പ്രകാരം സെക്ഷൻ 27-29 പ്രകാരമാണ് ഗൂഢാലോചന. അതുപോലെ തന്നെ ലഹരി ഉപയോഗം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ പ്രാഥമിക പരിശോധനാ ഫലങ്ങൾ വരുന്നതിലൂടെ ഇക്കാര്യത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരുമാനത്തിലെത്താൻ പോലീസിന് കഴിയുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ആ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നതിന് ശേഷമാണ് എന്തൊക്കെയാണ് കൂടുതൽ ഈ ഒരു കേസിൽ ഇനി കണ്ടെത്താൻ കഴിയുക അല്ലെങ്കിൽ എന്തൊക്കെ വകുപ്പുകളാണ് കൂടുതലായിട്ട് ഇതിൽ വരിക എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറയാനായിട്ട് സാധിക്കും. ഈ ഒരു മൊഴിയും അതുപോലെ തന്നെ ഈ ഒരു പരിശോധനാ ഫലവും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യമേ ഈ പറഞ്ഞതുപോലെ ഷൈൻ ടോം ചാക്കോ മൊഴിയിൽ കൃത്യമായി എനിക്ക് ഈ ഒരു ലഹരി കേസുമായി അല്ലെങ്കിൽ സജീറുമായി ലഹരി ഇടപാടുകാരനുമായി ബന്ധമുണ്ട്, അറിയാം എന്നുള്ള ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെയുള്ള കേസുകളിലെല്ലാം തന്നെ ലഹരി കേസുകൾ ഒരുപാടധികം ഈ ഒരു ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടന് നേരെ വന്നതാണ്. കൊക്കൈൻ കേസ് അടക്കമുള്ള ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് അടക്കമുള്ള കുറെ കേസുകളിൽ ഈ ഒരു ഷൈൻ ടോം ചാക്കോ പ്രതിയാക്കപ്പെട്ടതുമായിരുന്നു. എന്നാൽ അതിലെല്ലാം തന്നെ സുഖമായിട്ട് രക്ഷപ്പെടുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് പിന്നീട് കാര്യങ്ങൾ പോയതും. അപ്പോൾ ഈ ഒരു ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ ഷൈൻ ടോം ചാക്കോ മൊഴിയായി നൽകിയിട്ടുള്ളത്. എന്നാൽ ആ ഹോട്ടലിൽ നിന്നും ഓടിയ സമയത്ത് അല്ലെങ്കിൽ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ താൻ ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഷൈൻ ടോം ചാക്കോ മൊഴിയായി തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ അക്കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ പോലീസ് അതൊന്നും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. കാരണം ഈ പ്രാഥമിക പരിശോധനാ ഫലം വരുന്നതിനെ തുടർന്ന് ആ കാര്യത്തിലെല്ലാം തന്നെ തീരുമാനമാകും. ആ കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്താൻ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഇതിൽ വിശ്വാസ്യത ഉറപ്പിക്കാനായിട്ട് പോലീസിന് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്കും മനസ്സിലാവുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ പ്രാഥമിക പരിശോധനയെല്ലാം തീർത്ത് ഷൈൻ ടോം ചാക്കോയെ നിലവിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.
വിജിത, ഇത് ഒന്നോ രണ്ടോ തവണയല്ല ഷൈൻ ടോം ചാക്കോ ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട് മുൾമുനയിൽ നിൽക്കുന്നത്. നിലവിൽ ഈ അമ്മ സംഘടനയോ തുടങ്ങിയിട്ടുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇനി നടപടി എടുക്കേണ്ടത് ഈ സംഘടനകളാണ്. ഈ ഒരു കേസിൽ അമ്മയുടെ ICയിലേക്കാണ് അല്ലെങ്കിൽ ICC തിങ്കളാഴ്ച നടക്കുന്നത്. അവിടെ ഹാജരാവാനായിട്ട് ഷൈൻ ടോം ചാക്കോയോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സംഘടനകൾ തീരുമാനം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു പരിശോധനാ ഫലങ്ങളെല്ലാം പുറത്തു വന്നതിന്